السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന മുഅ്മിനീങ്ങളെ, മൈമൻ അക്കാഡമി നടപ്പാട്ടരംഗത്തെ വിസ്ഡം വേൾഡ് നടപ്പാട്ടരംഗത്തെ ഖുർആൻ ക്ലാസ്സിലെ സൂറത്തുൽ കഹ്ഫ് ഖുർആൻ ക്ലാസ്സിലെ 7ാമത്തെ ദിക്റ് ഞങ്ങൾ ഒരുമിച്ച് കൂടി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ കഹ്ഫ് അങ്ങ സുദീർഘമായ വറക്കിൽ പിന്നെ അല്ലാഹു തആല അങ്ങനെ എണിപ്പാട്ടിയ വിഷയ ഐറ്റിക്കിരുന്നങ്ങ് ചൊന്നേ. അങ്ങനെ അല്ലാഹു തആല അങ്ങനെ എണിപ്പാട്ടിട്ട് എന്നിട്ട് അങ്ങ് പരസ്പര ചർച്ചയാക്കിയാറ് എത്ര ഐറ്റിക്കിരുന്നങ്ങ് ഇവിടെ താമസിച്ചിട്ടുണ്ടല്ല ചർച്ചയാക്കിയാറ് അവസാനമായിട്ട് അള്ളാഹുവിലേക്ക് അങ്ങ് തീരുമാനപ്പെട്ടാൽ അള്ളാഹുക്ക് കൊണ്ടുണ്ട് ഞങ്ങളോട് എത്ര താമസിച്ചിട്ടല്ല അതില് ഒരാളുടെ അങ്ങ് പാൻറ്റൊക്കെ കിടത്തിയാറ് നല്ല ശുദ്ധമായിട്ടുള്ള അങ്ങനത്തെ ഹലാലായിട്ടുള്ള അങ്ങനത്തെ ഭക്ഷണം എടുത്ത പുറകു വേണായിട്ട് കടത്തിയാറ്. നിങ്ങൾ നോക്കൂ, ആ 350 വർഷം അങ്ങ് ഇറങ്ങിയ ടൈമിലു അങ്ങോക്കു ഒരു ഭക്ഷണത്തെ ആവശ്യം അങ്ങോക്കില്ലാത്ത ദുനിയാവുടെ സാധാരണയായിട്ട് ഒരു തടി നിലനിൽക്കുക വേണായ നിലനിൽക്കുക അകറ്റുള്ള അങ്ങനത്തെ രൂപത്തിലുള്ള ഒരു ആഹാരമാ അല്ലെങ്കിൽ അതൊക്കെ വേണായിട്ടുള്ള അങ്ങനത്തെ പാനീയങ്ങൾ എന്തും അകറ്റില്ലാണ്ടാണ് അള്ളാഹു താല അങ്ങനെ 350 വർഷം അങ്ങനെ വറക്കിര്. അതായത് ആ 350 വർഷം അങ്ങ് ഈ ലോകത്തിലെ അങ്ങ് ഇല്ലാത്ത രൂപത്തിലാണ് ഇന്ത്യ. അതായത് പ്രത്യക്ഷത്തിൽ നോക്കുക അങ്ങ് ഈ ലോകത്തിലുള്ള പക്ഷേ അങ്ങ് ഒരു അള്ളാഹുടെ സാന്നിധ്യത്തിൽ ഇന്നതുപോലെ അങ്ങനെ റൂഹാനിയായിട്ട് അങ്ങ് അള്ളാഹുടെ സാന്നിധ്യത്തിൽ ഇന്നതുപോലെയാണ് ഇന്ത്യ. അതുകൊണ്ടിട്ടേ അങ്ങ് പസി താകന്തും ആ ടൈമിൽ ഇല്ലാത്ത. അതുകൊണ്ടിട്ടല്ലേ നീ നോക്കൂ, എത്രമാ ഔലിയാക്കന്മാര് എത്രമാ വർഷം അങ്ങ് തിന്നാണ്ട് കുടിക്കാണ്ട് ജീവിച്ചതുണ്ട്. കാരണം അങ്ങനെ റൂഹുടെ അങ്ങ് ബേണായതുപോലെ ട്രെയിനിങ് കൊടുത്തിട്ടു അത് അള്ളാഹുടട്ട യാറെ ബന്ധപ്പെട്ട രൂപത്തിൽ അറ്റാച്ച് ആവുന്ന രൂപത്തിലാക്കുമ്പോ തടി റൂഹുടെ പോലെ ആവും. അപ്പൊ റൂഹുക്ക് തിന്നോക്ക് കുടിക്കരെ ചൊല്ല അകത്തൊന്നും ഇക്കില്ല. റൂഹുക്ക് അങ്ങനത്തെ തടിക്കുള്ള ആഗ്രഹം റൂഹുക ഇല്ല. റൂഹുകു ഇല്ല കൊസി ചൊല്ലത് അള്ളാഹുടെ മാരിഫത്തായിട്ടിക്കറ് അള്ളാഹു താലയുടെ അറിയലായിട്ടിക്കറ് റൂഹുടെ കൊസി. അപ്പൊ ആ റൂഹുടെ പോലെമേ തടി ആയതുപോലെയാണ്. അതുകൊണ്ടിട്ടാണ് 350 വർഷം അങ്ങ ഒരു ഫുഡ് ഗന്തു അകത്തില്ല. അങ്ങ് എൻച്ചപ്പോഴാണ് അങ്ങ് പസി തുടങ്ങി. ആ പസി ഉള്ള ആയത് കൊണ്ടിട്ടാണ് അങ്ങ് എന്നിട്ട് ചൊന്നാറ് അങ്ങ് ഫുഡ് കഴിട്ട് വേറൊരാളെ കടത്തിയാറ്. എന്നിട്ട് കടത്തുമ്പോല്ല അങ്ങ് ചൊന്നാറ് പരസ്പരം ചൊന്നാറ് ഈ പോണ്ടാള് നല്ല ജാഗ്രത പാലിക്കട്ട്, സൂക്ഷ്മത പാലിക്കട്ട്. അങ്ങനെ ജാഗ്രത പാലിക്കಂತೆ ಒಟ್ರಾಸಿ പോയിಂಟೆಂಗ್ ಆಲ್ಮಾರು ಗುಂತೌಡು ರಾಯತ ಆಲ್ಮಾರು ಗುಂತೌಡು ನಂಗಲ ಬಗ್ಗೆ ಗುಂತೌಡು ಗುಂತಾಯಂಟೆಂಗ್ ಎಂದೌಡು ಇನ್ನಹುಂ ಇನ್ ಯಲ್ಹರು ಅಲೈkum ಯರ್ಜುಮುkum അങ്ങമാത്ത് രായത്തങ്ങു നിങ്ങളെ ഗൊന്തായಂಟೆಂಗ್ യർജുമൂക്കും അങ്ങനെ നിങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലുവാറ്, അല്ല നിങ്ങളെ ആക്രമണാക്കുവാർ, അറ്റാക്ക് ആക്കുവാർ. കാരണം അത്രയും ഇങ്ങനെ വിരുദ്ധമായിട്ടുള്ള പകലാണ് റായത്തങ്ങും റായത്തെ രാജ ഉണ്ട് ഇന്ന്. ആ റായത്തങ്ങല്ല ഇങ്ങനെ വിരുദ്ധമായിട്ട് ഒത്തുകൂടിനാർ. ഇന്നഹും യദ്ഹറു അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലത്തിഹിം. ഒന്നാ നിങ്ങളെ കൊല്ലുവാർ, അല്ലെങ്കിൽ അങ്ങനെ ദീനുക്ക് അങ്ങനെ മൂർത്തി പൂജക്ക് നിങ്ങളെ പാടെ മടക്കിയെടുക്കുവാർ, അങ്ങനെ കുഫ്റുക്ക് നിങ്ങളെ പിറകും പോവാർ. എങ്ങനെ റായത്തങ്ങളൊട്ടിക്ക് ദൈപ്പാട്ടിട്ട് ബെടക്കട ആൾമാരൊട്ടിക്ക് ഒട്ടുകൂടുമ്പോ സ്വാഭാവികമായിട്ട് ബെടക്കായി പോണ്ടല്ലേ. ആ രൂപത്തില് നിങ്ങ റായത്തങ്ങളെ പോലെ അങ്ങനെ പോലെ നിങ്ങ കാഫിറായി പോവാറ്. അതുകൊണ്ടിട്ട് ആ ഗൊന്താവത്ത രൂപത്തില് ഈ പോണ്ടാൽ ഫുഡ് എടുക്ക പോണ്ടാൽ പോട്ടിട്ടാണ് അങ്ങ് ചെന്ന് അങ്ങനെ നിങ്ങളെ കുഫുറുക്ക് മടക്കിയിട്ടായെങ്കിൽ വലൻ തുഫ്ലിഹു ഇദൻ അബദ. അങ്ങനെ മടക്കിയിട്ടായെങ്കിൽ ഒരിക്കലും പിന്നെ നിങ്ങൾക്ക്
വിജയിക്കുകയാവില്ല. ആ ആൾമാരെ നിങ്ങളെ കുഫുറുക്ക് നിർബന്ധിക്കുവാർ. അങ്ങനെ കുഫുറുക്ക് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കുവാല്ല. പിന്നെ നിങ്ങൾക്ക് ഓടി പിറകാവില്ല. ഇപ്പൊ എങ്ങനെ രക്ഷപ്പെട്ട് വന്നിറാറ്? കുഫുറിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് വന്നിറാറ്. അള്ളാഹുടെ മഹബത്തിലേക്കും തൗഹീദിലേക്കും നിങ്ങൾ രക്ഷപ്പെട്ട് വന്നിറാറ്. ഇനി നിങ്ങൾ പെറ പോയിട്ടെങ്കിൽ അങ്ങനെ ഗുന്തായെങ്കിൽ ആൾമാർക്ക് നിങ്ങൾ രക്ഷപ്പെടുക ചാൻസ് ഇല്ലാണ്ട് അങ്ങനെ പരസ്പരം ചൊന്നുണ്ടാറ്. പക്ഷെ അള്ളാഹുടെ പ്ലാൻ വേറെ മെയിൻ. അള്ളാഹു താല ഇങ്ങനെ റായത്തങ്ങ് അറിയിച്ചു കൊടുക്കണു ചൊല്ല പ്ലാനിലാണ് അള്ളാഹുവില്ല. അങ്ങനെ അലൈഹിം അള്ളാഹു താല ചൊല്ല വക്കദാലിക ഈ രൂപത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങളിലാക്കിയതുപോലെ അങ്ങനെ 350 വർഷ അങ്ങു ഒരു ആഹാരത്തെ ഒന്നും അകത്തില്ലാണ്ട് അള്ളാഹു താല അങ്ങനെ ബൽത്തിയതുപോലെ, അങ്ങനെ വർക്ക് പാട്ടിയതുപോലെ, അങ്ങനെ ദീനും ഈമാനെല്ലാം സംരക്ഷിക്കുകയായിട്ട് അങ്ങു ഒരു നല്ല ഗുഹ അള്ളാഹു താല വ്യവസ്ഥയാക്കിയതുപോലെ വക്കദാലിക അഅസർന അലൈഹിം അങ്ങനെ ഞങ്ങ ആൽമാർക്ക് ഞങ്ങ കാട്ടിക്കൊടുത്ത, ആൽമാർക്ക് അങ്ങനെ ಬಗ್ಗೆ അറിയിച്ചു കൊടുത്ത. അത് അതിന്റെ വിശദീകരണ എങ്ങനെയാണ് അറിഞ്ഞതിട്ടുള്ള ഞങ്ങൾ മുന്നിൽ ചൊന്നറ. അതായത് ഈ ഫുഡ് എടുക്കു പോയാല് പിന്നെ പാൻറ്റേക്ക് പോയപ്പ അയാളുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ നാണ്യ കണ്ടിട്ട് ആൽമാർക്കല്ല അതിശായി പോയിട്ട് ഇത് ഏത് കാലത്ത് നാണ്യറ്റിക്കൃപാവ ഇന്നത്തെ കറൻസി ഒന്നും അല്ലല്ലേ, എപ്പത്തമാ കറൻസി അല്ലേ ഇത്, ഈ റായത്തിലൊന്നും പരിചയമില്ലാത്ത കറൻസി അല്ലേ. അതുപോലെ അയാളുടെ ഭാഷ എത്രമാ ചേഞ്ച് ആയി പോയിട്ടുണ്ട് ആ റായത്തങ്ങനെ അല്ലെ. എത്രമാ ചുമ്മ വർഷങ്ങൾ കഴിയുമ്പോൾ ഭാഷയില് വ്യത്യാസങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ അയാളുടെ ഭാഷയില് ചേഞ്ചസ് ഉണ്ട്, കാണുകു ഉള്ള കോല ചേഞ്ച് ഉണ്ട്, അങ്ങനെ എല്ലാ രൂപത്തിലുള്ള ചേഞ്ചുകൾ. ഇതൊരു ഏതോ ഒരു അപൂർവത്തെ മനുഷ്യൻ എന്ന നിലക്ക് തനിക്കയാക്കിയപ്പ അങ്ങനെ അവസാനമായിട്ട് പിന്നെ അയാൾ ബായ് ബുട്ടുത്തി പോയാൽ ബായ് ബുട്ടുത്തു നാന് പിന്നെ ദക്കിയാനൂസ് ചൊല്ലെ പണ്ടത്തെ ദക്കിയാനൂസ് ചൊല്ലെ രാജയുടെ അക്രമത്തിൽ നിന്നിട്ട് രക്ഷപ്പെട്ട ആൽമാറേറ്റിക്കില്ലാറ്, നണ്ടൊട്ടിക്ക് വേറെ ആൽമാർ ഉള്ളാറ് എന്ന രൂപത്തിലുള്ള വിശദമായിട്ടുള്ള അങ്ങനെ ഇതെല്ലാം ചൊന്തു. അപ്പോഴാണ് ആൽമാർക്കെല്ല വലിയ അത്ഭുതം. അവിടെ എത്ര വർഷത്തെ മുതൽ ആളാണ് ദക്കിയാനൂസ് ഉണ്ടല്ലോ ചൊന്ന് അങ്ങനെ അങ്ങ് പിന്നെ ചരിത്രത്തിൽ അറിയപ്പെട്ട ആളായിട്ടാണ് ആ മനുഷ്യന്മാർക്ക് ഗൊന്തുല്ലേ. ആ മനുഷ്യന്മാർ ആരും കണ്ടിട്ടില്ല. അപ്പൊ ആ കാലഘട്ടത്ത് ഒരാളുണ്ട് നമുക്ക് കാണുകയത്തല്ലേ ചൊന്നിട്ട് ആൾമാർക്ക് അതിശയായി പോയിട്ട്. എന്ന് മാത്രല്ല ഈ പിന്നെ അസ്ഹാബുൽ കഹ്ഫ് എണിക്കര കാലഘട്ടത്തിൽ ഇന്നങ്ങനത്തെ നല്ലൊരു സ്വാലിഹായ മനുഷ്യനായിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമുടെ ദീനിൽ വിശ്വസിച്ചാലായിട്ടുണ്ട്. പക്ഷെ ആ റായത്തങ്ങളുടെ ഒരു പുതിയതായ ഒരു തർക്കം വന്നിട്ടുണ്ട്. എന്തിരെ അള്ളാഹു താല മനുഷ്യന്മാര് രണ്ടാമത് പുനർജന്മ ചൊല്ലത് നാളെ ആഖിറത്തില് എല്ലാരും മരിപ്പാട്ടിട്ട് പുനർജന്മാക്കുണ്ടല്ലോ. അള്ളാഹു താല രണ്ടാമത് എല്ലാരും ജന്മാക്കടൽ. ആ രണ്ടാമത് ജന്മാക്കുമ്പോ അള്ളാഹു താല വെറും റൂഹുങ്ങളെ മാത്രമേ അള്ളാഹു താല രണ്ടാമത് ആക്കടമ, അല്ലെങ്കിൽ ശരീരത്തോടു കൂടെ ഞങ്ങളെ ശരീരവും റൂഹും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പോലെ ശരീരവും റൂഹും രണ്ടും അള്ളാഹു താല പുനർജന്മ ആക്കിടാണ് ആ ചൊല്ല വിഷയത്തിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. അത് ആ ആൽമാറിൽ അങ്ങനെ യഥാർത്ഥ ദീനിൽ അങ്ങ് ഈസാ നബി അലൈഹിസ്സലാം കൊടുത്തങ്ങനത്തെ ആ ദീനിൽ അങ്ങ് കറക്റ്റായി വിശ്വസിച്ച് തർക്കം ഉണ്ടാവലുണ്ട്. വേറെ പർത്തിരെ പിന്നെ പർത്തിരെ ഫിലോസഫി ഇതെല്ലാം സ്വാധീനിക്കപ്പെട്ടിട്ടാണ് ആ ഒരു ആശയ അങ്ങനെ ഉണ്ടായത്. പ്രത്യേകമായിട്ട് ഗ്രീക്ക് ഫിലോസഫി ഉണ്ട് ആ കാലഘട്ടത്തിൽ. യഹൂദികളിലും ക്രിസ്ത്യൻസിലും പ്രചാര പിടിച്ചിട്ട് ഗ്രീക്കിൽ നിന്നുണ്ടായങ്ങനത്തെ, അതായത് യൂറോപ്പ് ഭാഗത്തിലുള്ള അങ്ങനത്തെ ഗ്രീക്കിൽ നിന്നുണ്ടായങ്ങനത്തെ തത്വശാസ്ത്ര ആ ജാഗത്തിൽ നിന്ന് വന്നങ്ങനത്തെ ആശയങ്ങേറ്റിക്കറ് ഈ പിന്നെ ക്രിസ്ത്യാനിറ്റിയുടെയും ജുദായിസം അല്ലെങ്കിൽ യഹൂദി ധർമ്മത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കാരണമായിട്ട് അങ്ങനെ പല കൺഫ്യൂഷനുങ്ങ പല നമ്മത്തിലുള്ള അങ്ങനത്തെ വ്യത്യാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ തർക്കമേ പണ്ടേ. അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ പിന്നെ മുസ്ലിമീങ്ങളുടെ പോലും ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ കാരണമായിട്ട്, ഗ്രീക്ക് തത്വശാസ്ത്രത്തെ കാരണമായിട്ട് മുസ്ലിമീങ്ങളുടെ പോലും ആ ഒരു നിലക്കുള്ള തർക്കം ഉണ്ടായിട്ടാണ്. അങ്ങനെ വാദിച്ച ചില മുസ്ലിം ആൽമാർ പോലും ഇന്നാറ് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു തൊട്ടുകാലത്ത് മുന്നിൽ വന്നങ്ങനത്തെ ഇബ്നു സീന, അൽ ഫാറാബി, അൽ കിന്ദി പോലത്തെ വലിയ ഫിലോസഫർമാരായിട്ട് സയന്റിസ്റ്റുമാരായിട്ട് മുസ്ലിം സയന്റിസ്റ്റുമാരായിട്ട് ചൊല്ല ആൾമാർ യഥാർത്ഥത്തിൽ ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസിലായിട്ട് സ്വാധീനത്തിൽ പെട്ടിട്ടാങ്ങ ഈ ഒരു വാദം ചൊന്നോട്ടി നരേന്ദ്രൻട്ട് പിന്നെ റൂഹുങ്ങു മാത്രമായിട്ട് പുനർജന്മവില്ലേ, അങ്ങനെ തടി പുനർജന്മാവില്ലേ,
എന്ന വാദ പോലെ തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു വാദം, അങ്ങനത്തെ ഒരു ചർച്ച ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ അണ്ട് സ്വാലിഹായ മനുഷ്യനായിട്ടുണ്ട്, പിന്നെ രാജാവായിട്ട് അങ്ങനത്തെ ആ രാജ, അണ്ടത്തെ രാജ, അയാൾക്ക് വലിയ ഈ ഈ ഒരു ചർച്ച കൊണ്ടിട്ട് അയാൾക്ക് വലിയ ബേജാറായി പോയിട്ട്, വലിയ ടെൻഷൻ ആയി പോയിട്ട്, ആൽമാർഗെന്തും യഥാർത്ഥത്തിലുള്ള ദീനിൽ വിശ്വാസം ഇല്ലല്ലോ റബ്ബെ, എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വാസം പുറപ്പാട്ടേ, യഥാർത്ഥത്തിൽ തടിയെ അങ്ങനെ തടിരമേ അള്ളാഹുത്താല രണ്ടാമത് അള്ളാഹുത്താലക്ക് ജന്മ കൊടുക്കുക ആവുടു. തുടക്കത്തിൽ ഈ തടിര ഉണ്ടാക്കി അങ്ങനത്തെ അള്ളാഹു എന്തുകൊണ്ടിട്ട് രണ്ടാമത് അതൊക്കെ ജീമ കൊടുക്കുക ആവില്ല ആവാണ്ടിക്കിട് എന്നുള്ളത് സാധാ ഒരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചെങ്കിൽ അർത്ഥമുള്ള വിഷയമാണ്. എന്നാലും ആൽമാർ വേറെങ്ങനെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട്, വേറെങ്ങനെ സ്വാധീനം കൊണ്ടിട്ട് അതിൽ സംശയിക്കണം അങ്ങനത്തെ ഒരു രൂപത്തിൽ എത്തിപ്പോയിന്നാൽ അപ്പൊ അയാൾക്ക് വലിയ ബേജാറായിട്ടാണ്. അങ്ങനെ അള്ളാഹു താലയുടെ ഇടയിൽ വല്ലാതെ ദ്വാർന്നിട്ട് റബ്ബെ ഈ വിഷയത്തിൽ നല്ല ആൽമാർക്ക് ഒരു കൃത്യമായിട്ട് തീരുമാനങ്ങളുടെ രൂപത്തിൽ നീ നല്ലൊരു അത്ഭുതകരമായ എന്തെങ്കിലും ഒരു സംഗതി നീ കാട്ടിത്തരുന്നു റബ്ബേട്ടൊരു അയാൾ ദ്വാർന്നിട്ട്. അതേ ടൈമിലാണ് ഈ അസ്ഹാബുൽ കഹ്ഫ് എനിക്കിടെ ഏതായാലും അവസാനമായിട്ട് രാജകു ഇങ്ങനെ വിഷയം കിട്ടി ഇങ്ങനത്തെ ആൽമാരല്ല, പിന്നെ 300 ചില്ലറ വർഷ വറക്കിൽ അങ്ങനത്തെ ആൽമാർ എൻസിറാറുള്ള വിഷയം കേട്ടിട്ട് രാജുവും രാജയുടെ അനുയായികളെ ഒട്ടിಗೆ വന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് വല്ലാതെ സന്തോഷമായിട്ട്, രാജാവുക സന്തോഷമായിട്ട്, ആൽമാരുടെ കൺഫ്യൂഷൻ എല്ലാം പോയിട്ട് ശരീരത്തോടു കൂടെ അള്ളാഹു താല പുനർജന്മാക്കട, അള്ളാഹു താല അതൊക്കെ സാധ്യമാവൂ എന്നതുക്കുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്രൂഫ്, വ്യക്തമായിട്ടുള്ള തെളിവ് അങ്ങനെ കൺമുന്നോളു അള്ളാഹു താല കാട്ടിക്കൊടുത്ത. അങ്ങനെ അവസാനമായിട്ട് ഈ അസ്ഹാബുൽ കഹ്ഫ് അതേ ഗുഹയിൽ വെച്ചിട്ട് അങ്ങ് വഫാത്തായാറ്. അവിടമേ അങ്ങനെ മറമാടിയിട്ട് ആ ഗുഹയുടെ മുട്ട ഒരു പള്ളി കെട്ടിയതായ ഒരു ആരാധന കേന്ദ്ര ഈ ഇബാദത്താക്കൂല്ല അങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാക്കിയതായിട്ടെല്ലാം ഇനി ബണ്ട് ആയത്തുങ്ങൾ ഇനി ബണ്ട്. ഏതായാലും അപ്പൊ അള്ളാഹു താല ഇങ്ങനെ ഒരു പുനർജന്മാക്കിയ എന്തിക്ക് വേനായിട്ടാണ്, അതാണ് ഇവിടെ ചൊല്ലേ അലൈഹിം മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഞങ്ങൾ കാട്ടിക്കൊടുത്ത ഇങ്ങനത്തെ ഒരു ആൽമാർ പിന്നെ ഇവിടെ 300 വർഷം ഇവിടെ അങ്ങ് ഉറങ്ങിട്ട് അങ്ങ് എഞ്ചിറാറ് ചെന്നിട്ട് മനുഷ്യന്മാർക്ക് ഞങ്ങൾ അറിയിച്ചു കൊടുത്ത എന്തിക്ക് വേനായിട്ട് ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്. ആ മനുഷ്യന്മാരെല്ലാം അറിയുകയായിട്ട്, ആ മനുഷ്യന്മാർക്കെല്ലാം ഗൊന്താവുകയായിട്ട് എന്തിനായിട്ട് അന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹു താല തന്നങ്ങനത്തെ വാഗ്ദാന അത് നേരായിട്ടിക്കര്, അത് കലവല്ല. എന്തൊരു അള്ളാഹുടെ വാഗ്ദാന പിന്നെ അള്ളാഹു താല നിങ്ങൾ ഇപ്പൊ ഉള്ളതേ രൂപത്തിൽ അള്ളാഹു താല രണ്ടാമതായിട്ട് നിങ്ങളെ പുനർജന്മാക്കിട, നിങ്ങളെ രണ്ടാമതായിട്ട് റൂഹുടെയും ജസദോടു കൂടെ നിങ്ങളെ പുനർജന്മാക്കിട ചൊല്ല വിഷയം അള്ളാഹു താല അത് ബടായി വിട്ടല്ല, അത് നേരായിട്ട് നടക്കുന്ന വിഷയാണ് എന്ന് അറിയുകയായിട്ടാണ് ഈ രൂപത്തിൽ മനുഷ്യന്മാർക്ക് ഞങ്ങൾ ഇങ്ങനെ കാട്ടിക്കൊടുത്തേ. അന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹു താലയുടെ വാഗ്ദാനം നേരായിട്ടിക്കര്. അതുപോലെ അതുപോലെ മനുഷ്യന്മാർക്കെല്ലാം ഗൊന്താവുകയായിട്ട് എന്തിരെ ഖിയാമത്ത് നാള് ചൊല്ലത് അതിൽ സംശയമേ ഇല്ല. ഖിയാമത്ത് നാള് ചൊല്ലതിൽ സംശയമില്ല. ഖിയാമത്ത് നാള് നടക്കുകൊണ്ടു എല്ലാരും ഉറക്ക മരിച്ചിട്ട് എല്ലാരും രണ്ടാമത് അല്ലാഹു തആല എണിപ്പാട്ടിട്ട് ഖിയാമത്ത് മഹ്ശറ ചൊല്ലനാലും അതുപോലെ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികൾ ഇതെല്ലാം നടക്കുകൊണ്ടു എന്ന് മനുഷ്യന്മാർ ഗുന്താവുകയായിട്ടുമാണ് അല്ലാഹു തആല എന്താക്കിലെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ അല്ലാഹു തആല കാട്ടിക്കൊടുത്ത മനുഷ്യന്മാർക്ക്. അങ്ങനെ ഈ അസ്ഹാബുൽ കഹ്ഫ് പിന്നെ അങ്ങനെ ആ രാജാവും അതുപോലെ അവിടെ ആൽമാരെല്ലാം കണ്ടൽ പിന്നെ അങ്ങനെ അവിടെ പാടൊരു തർക്കമായിട്ട് എന്തിരെ ഇത് യതനാസഊന ബൈനഹും അംറഹും, ഇങ്ങനെ കാര്യത്തിൽ ഇങ്ങനെ എന്താക്കണു ഇങ്ങനെ പിന്നെ ഈ അസ്ഹാബുൽ കഹ്ഫ് കണ്ടൽ പിന്നെ അങ്ങ് വഫാത്തായിരുന്നു ഒന്നല്ലേ. അപ്പൊ ആ വഫാത്തായാൽ പിന്നെ അങ്ങനെ അവിടെ അടക്കണ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മുട്ട എന്തെങ്കിലും ബിൽഡിംഗ് കെട്ടണ എന്തെങ്കിലും അവിടെ ഒരു കട്ടടം ഉണ്ടാക്കണ എന്ന വിഷയത്തിൽ അവിടെ ഒരു ചർച്ച നടന്നെത്തി റായത്തങ്ങളുടെ. അപ്പൊ ഖാലുബുനു അലൈഹിം ബുനിയാന, ചില കാഫിരിങ്ങ അണ്ടത്തെ ആ കൂട്ടത്തിലും കാഫിരിങ്ങളായിട്ടുള്ള ആൾമാർ ചൊന്നാറ് ബുനു അലൈഹിം ബുനിയാന, അങ്ങനെ വേറൊരു എന്തെങ്കിലും ബിൽഡിംഗ് ആക്കി വിടറു ആരും ഗുന്താൻ വേണ്ടിക്കട്ടെ ഇങ്ങനത്തെ ആൾമാർ
പിന്നെ ഉള്ളാർ ചൊന്നിട്ടു പിന്നെ ആറ് ഗൊന്തവടൊന്നും വേണ്ട അങ്ങനെ മേലൊരു അങ്ങനെ മുച്ചുപുട്ടിട്ടു അങ്ങനെ അവിടെ മുച്ചുപിടൂർ ഒരു ബിൽഡിംഗ് ആക്കിയിട്ട് അങ്ങനെ മേലെ ഒരു ബിൽഡിംഗ് എന്തെങ്കിലും കെട്ടിട്ട് നിങ്ങൾ മുച്ചുപിടൂർ ഉಂಟು ചൊന്നാർ ജലാൽമാർ റബ്ബുഹും ആലമുബിഹിം അങ്ങനെ ಬಗ್ಗೆ റബ്ബുഹു ഉಂಟುണ്ടല്ലേ നങ്ങെന്തിക്ക് വെറുതെ അങ്ങനെ വലിയ സംഭവമാക്കടെ അങ്ങനെ ഇങ്ങനെ ഇത്ര വർഷം ഇവിടെ വറങ്ങിന്നാറുണ്ട് അങ്ങനെ ഇങ്ങനെ നങ്ങെന്തിക്ക് വലിയ വിഷയാക്കടെ അങ്ങനെ അപ്പുറം മുച്ചുപിടൂർ ഉണ്ട് ജലാൽമാർ ചൊന്നാർ അതായത് അങ്ങനെ ಬಗ್ಗೆ ഇനി ആരും നെനപ്പാക്കട വേണ്ട ആരും ഗൊന്താവിടെ വേണ്ട എന്ന രൂപത്തിലുള്ള അഭിപ്രായം നോക്കറു അങ്ങനെയും ചില ആൾമാരുള്ള ഇത്ര വലിയ അള്ളാഹു താല അത്ഭുതകരമായ സംഗതികൾ കാട്ടിട്ട് പോലും ചില ആൾമാർക്ക് അതിൽ ഒരു വലിയ വിഷയമില്ല പ്രത്യക്ഷത്തിൽ അങ്ങ് ചില പണ്ട് മുഅ്മിനീങ്ങ വിശ്വസിക്കുന്ന ആൾമാരായിട്ട് നടന്നങ്ങായിട്ടിക്കുവാർ പക്ഷേ ഉൽഗത്തിൽ നിഫാഖ് ഉൽഗത്തിൽ കുഫർ വെച്ചിട്ട് നടന്ന ആൾമാരാണ് മഹാന്മാരായ ആൾമാരെ കൂടെ സ്മരിക്കുക തീര എന്ന ഉദ്ദേശമുള്ള ആൾമാർ അങ്ങനെ ചെന്നാൽ മുറിച്ചുവിടൂർ ബാബ അതെന്തിക്ക് അങ്ങനെ ആക്കിടാറുണ്ട് പക്ഷേ ഖാലല്ലദീന ഗലബു അലാ അംരിഹിം പക്ഷേ ആ അസ്ഹാബുൽ കഹ്ഫ് ഈ കഹ്ഫുടെ ആൾമാരെ വിഷയത്തില് നിയന്ത്രണം ഉള്ളങ്ങനത്തെ അങ്ങനെ വിഷയത്തിൽ ഒരു നല്ല കൺട്രോൾ ഉള്ളങ്ങനത്തെ ആൾമാർ എന്റെ അണ്ടത്തെ കൂട്ടത്തില് ഒരു ലീഡർ ആയിട്ട് ചില ആൾമാർ അതായത് മുഅ്മിനീങ്ങ അങ്ങ് ചൊന്നാറ് ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ അങ്ങനെ സുലാഭത്തിൽ ഈ മനുഷ്യന്മാരെ കഥ കൂടെ ക്ലോസ് ആവുക നങ്ങ വിടില്ല ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ അങ്ങനെ മുട്ട ഈ അസ്ഹാബുൽ കഹ്ഫിങ്ങ വഫാത്തായിട്ട് കിടക്കിടങ്ങനത്തെ ആ ഗുഹയുടെ മുട്ട നങ്ങ ഒരു പല്ലിട് നങ്ങ കെട്ട പല്ലിയുടെ കെട്ടന്തിക്ക് ഈ പള്ളി ഈ കഹ്ഫുടെ ആൽമാറ പേരിലാവണം എല്ലാ കാലത്തിലും ഇങ്ങനെ സ്മരിക്കപ്പെടണം ഇനി പണ്ട് എല്ലാ കാലത്തെ ആൽമാർക്കും ഇതൊരു ദൃഷ്ടാന്താവണു എന്ന നിലക്ക് ഞങ്ങളോട് ഒരു പള്ളി കെട്ടാണ് ചൊന്നാർ വലിയ പാഠങ്ങളാണുള്ളേ ഇണ്ടുകും ഞങ്ങൾ പല ആൽമാരെ കാണ്ട മഹാന്മാരെ സ്മരണങ്ങൾ ഇങ്ങനെ ആക്കുമ്പോ അങ്ങൊരു തറ ഉൽഗത്തിൽ എന്തോ ഒരു അങ്ങൊരു അലർജി ഇട്ടിക്കരുത് മഹാന്മാരെ പേരില് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് കെട്ടുമ്പോമാ അല്ലെങ്കിൽ ആ മഹാന്മാരെ സ്മരണാക്കുകയായിട്ട് ഒരു മക്ബറ കെട്ടുമ്പോ അങ്ങ് തീരെ പിടിക്കില്ല എന്തിക്ക് ബാബ അങ്ങനൊന്ന് അകത്തുണ്ടാ പിന്നെ അത്ര വലിയ അതിൽ ആല എന്ന രൂപത്തിലുള്ള പല ആക്ഷേപങ്ങളും പല ഇതല്ല ആക്കിടങ്ങ ചില ആൾമാരിക്കിടാറ് അതേ ടൈമില് അങ്ങനെ സ്മരണ എപ്പോഴും നിലനിൽക്കണു എന്ന നിലക്ക് അങ്ങനെ പേരില് ദീന്റെ പല കാര്യങ്ങൾ ദീന്റെ അങ്ങനെ പേരിലുള്ള ദീന്റെ സ്ഥാപനങ്ങമ പല്ലിങ്ങമ കെട്ട ആൾമാറുള്ളത് അങ്ങനെയാണ് അള്ളാഹു താലയുടെ പുകലിട്ട് ചൊന്നത് ആലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ അങ്ങനെ മുട്ട ഞങ്ങൾ ഒരു പള്ളിയുടെ കെട്ടാണ്ട് അങ്ങ് ചൊന്നാറ് പിന്നെ ഇതിൽ പിന്നെ അള്ളാഹു താല ചൊല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില് എന്തായിട്ട് ഈ അസ്ഹാബുൽ കഹ്ഫുടെ വിഷയത്തിൽ ഇങ്ങനെ സ്റ്റോറിയുടെ വിഷയത്തിൽ യഥാർത്ഥത്തില് ആറ് ഇങ്ങളെ പേര് എന്തിട്ടാ അല്ലെങ്കിൽ ഇങ്ങ എവിടെയാണ് ഇങ്ങ താമസിച്ചിട്ടുള്ള ജാഗമ അല്ലെങ്കിൽ എത്ര ആളിന്നാറ് ഇതൊന്നും വലിയൊരു വിഷയമുള്ള സംഗതിയല്ല എന്തികാണ് ഇങ്ങ ജീവിച്ചിരെ എന്തികാണ് ഇങ്ങ ഓടിരെ ഇങ്ങള് പ്രധാനപ്പെട്ട ഈ സ്റ്റോറിയുടെ മർമ്മപ്രധാനമായ മെസ്സേജ് എന്തിരെ എന്നതിന്റെ ബഗ്ഗെയാണ് ഞങ്ങൾ ചിന്തിക്കണായത് അതാണ് ഖുർആൻ നെനപ്പാക്കട് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിൽ ഇന്നങ്ങനത്തെ യഹൂദി നസ്രാനി അങ്ങനെ ചർച്ച എന്തിനെങ്കിൽ അങ്ങ് എത്ര ആൾമാരിന്നാറ് അങ്ങ് 5 ആൾമാരിന്നാറ് അല്ല 4 ആൾമാരിന്നമ എന്ന രൂപത്തിലുള്ള ചർച്ചയായിട്ട് എന്ത് നടന്നുകൊണ്ടിരുന്നിട്ടാണ് അള്ളാഹു താല നെക്സ്റ്റ് ചൊല്ലി അതൊരു വലിയ ചർച്ച എന്തുമല്ല എത്ര ആൾമാർ എത്ര ഇന്നെങ്കിൽ എന്തേ ആൾമാർ എത്ര ഇന്നാറ് ചൊന്നത് കൊണ്ടിട്ട് എന്തും കൂടെ വിഷയം എന്തും ചേഞ്ച് ആവുക കൊണ്ടല്ലേ എന്തികാണങ്ങ പോയത് എന്തികാണങ്ങ ഗുഹയ്ക്ക് പോകില്ല കാരണം എന്തരേ എന്തായിത്തവിടെ എന്തൊരു സംഭവിച്ചിട്ട് ചൊല്ലതാണ് വലിയ വിഷയം سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب سيقولون അങ്ങ ചില ആൾമാർ ചൊല്ലാറ് ഈ വിഷയത്തിൽ ചർച്ച ആക്കണം അങ്ങനത്തെ യഹൂദി നസ്രാനി ചില ആൾമാർ ചൊല്ലുവാർ എന്തിരെ സലാസത്തു റാബിഉഹും കൽബുഹും അങ്ങ് 3 ആളാണ് ഇന്ന് റാബിഉഹും കൽബുഹും അങ്ങല് 4ാമതായിട്ട് ഒരു നായും ഇന്ന് അങ്ങ് 3 ആൾ ഇന്നാറുണ്ട് പിന്നെ ചില ആൾമാർ ചൊല്ലാറ് വയക്കൂലൂന ബാക്കി ഇനി കുറെ ആൾമാർ ചൊല്ലാറ് ഹംസത്തും സാദിസുഹും കൽബുഹും 5 ആൾമാർ ഇന്നാറ് 6ാമതായിട്ട് അങ്ങനെ നായും ഇന്നിട്ടാണ് ചൊല്ലേ റജുമം ബിൽ ഗൈബ് ഇതെല്ലാം അള്ളാഹു താലക്ക് മാത്രം കൊന്തുല്ല അങ്ങനത്തെ ഇൽമുലു ഒരു കല്ലെറിഞ്ഞു നോക്കിയിട്ടാണ് ഇങ്ങനെ ഇതെല്ലാം ചൊല്ലേ
അതായത് അള്ളാഹുക്ക് മാത്രം കുന്തുല്ല അങ്ങനത്തെ വിഷയമാണ്. യഥാർത്ഥത്തിൽ എത്ര ആൾമാരിന്നാറ് ചൊല്ല വിഷയമല്ല. അങ്ങനെ പിന്നെ ഈ ചൊല്ലെ ഈ അഹ്ലുൽ കിതാബ് നസ്വാറ യഹൂദിങ്ങൾക്ക് കൃത്യമായിട്ട് കുന്തില്ല. പക്ഷെ എന്നാലും അള്ളാഹുടെ ആ ഗൈബിയായ ആ നോളജിൽ ഒരു കല്ലെറിഞ്ഞു നോക്കണേ സമയം സമാവട്ട പറ ചൊന്നിട്ട് ഒരു കല്ലെറിഞ്ഞു നോക്കുന്ന രൂപത്തിൽ സമയം സമാവട്ടെ എന്ന രൂപത്തിലാണ് ഇതെല്ലാം ഈ വാദങ്ങളിൽ ഇങ്ങനെ ചൊന്നിട്ടില്ലേ. വയക്കൂലൂന ഇനി ഈ കുറെ ആൾമാർ ചൊല്ലാറ് സബഅത്തുൻ ഏലാൾമാർ ഇന്നാറങ്ങ വസാമിനുഹും കൽബുഹും എട്ടാമതായിട്ട് നായു ഇൻതിട്ട് ചില ആൾമാർ ചൊല്ലാറ്. ഈ ഒരു അഭിപ്രായമായിട്ട് ശരിയായിട്ടുള്ള അഭിപ്രായമായിട്ടാണ് മുഫസ്സിരീങ്ങളെ ചൊല്ല്. കാരണം അള്ളാഹു താല ഈ ഒരു അഭിപ്രായത്തെ ആക്ഷേപിച്ചിട്ടില്ല. ഇതിന് മുന്നിൽ ചൊല്ല അങ്ങനത്തെ രണ്ട് അഭിപ്രായ, 3 ചൊല്ല അഭിപ്രായ, അതുപോലെ 5 ചൊല്ല അഭിപ്രായത്തല്ല അള്ളാഹു താല ആക്ഷേപിച്ച. ഇതിൽ അള്ളാഹു താല ആക്ഷേപിച്ചിട്ടില്ല എന്ന നിലക്ക് ഇതേറ്റിക്കറ് പിന്നെ കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായമായിട്ട് ചെമ്മത്തെ മുഫസ്സിരീങ്ങളെ ചൊന്നറാറ്. അള്ളാഹു താല ചൊല്ല ഖുൽ നബിയെ നിങ്ങൾ ചൊല്ലോ ഇങ്ങനെയുള്ള അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ നബിയെ ചൊല്ലോ റബ്ബി യഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. അങ്ങ് എത്ര ആൾമാർ ഇന്നാറ് ചൊല്ലെ കണക്ക് അത് അള്ളാഹു താലക്ക് ഗൊന്തുണ്ടു, കുറഞ്ഞ ആൾമാർക്ക് അല്ലാണ്ട് അത് ഗൊന്തില്ല. അള്ളാഹു ഗൊന്തുണ്ട്, പിന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തില് കുറഞ്ഞ ആൾമാർക്ക് അത് ഗൊന്തുണ്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊന്നു ആ കുറഞ്ഞ ആൾമാരുടെ കൂട്ടത്തിൽ നാനും പെട്ടവനായിട്ട് അനമിൻ ഉലായിക്കൽ അദദിൽ ഖലീൽ വകാന യഖൂൽ ഇന്നഹും സബഅത്തുൻ വസാമിനുഹും കൽബുഹും. ഇബ്നു അബ്ബാസ് തങ്ങൾ ചൊന്നോണ്ടിട്ട് അല്ലാഹു തആല ചൊന്നങ്ങനത്തെ ആ കുറഞ്ഞ ആൾമാരുള്ളാറില്ലേ ഗുന്തുല്ല കുറഞ്ഞ ആൾമാരുള്ളാറുണ്ട് ഇങ്ങനെ കണക്കെത്രണ്ട് അതിൽ നാനും പെട്ടവനായിട്ട് എത്ര ചൊന്നെങ്കിൽ അങ്ങ് 7 ആൾമാർ ഇന്നാറ് എട്ടാമതായിട്ട് അങ്ങനെ നായി തീന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങ ചൊന്നൂරු. അപ്പൊ ഖുർ റബ്ബി യഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. ഇവിടെ വലിയൊരു പാടാണ് അള്ളാഹു താല പഠിപ്പാട്ടില്. ചില വിഷയത്തിലെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത അങ്ങനത്തെ ചർച്ചങ്ങ ഞങ്ങൾ ആക്കണാകത്തില്ല. ഉദാഹരണക്ക് ചില ആൾമാർ ഇപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മീലാദ് ആചരണ ആക്കുമ്പോ നബി തങ്ങളെ ജന്മദിന ആചരണ ആക്കുമ്പോ അവിടെ ചില ആൾമാർ ആക്ഷേപ ആരോപമായിട്ട് പണ്ടാൽ എന്തിരെ നബി തങ്ങളെ ജന്മം നടന്നത് അത് പല അഭിപ്രായം ഉണ്ടല്ലേ, പന്നിന്റെ അഭിപ്രായം ഉണ്ടല്ലേ, പിന്നെ ഒലിമ്പുണ്ട് അഭിപ്രായം ഉണ്ടല്ലേ, പൂണേലുണ്ടുള്ള അഭിപ്രായം ഉണ്ടല്ലേ, കൃത്യമായിട്ടൊരു കണക്കിനില്ല. പിന്നെ എന്തെങ്കിലും നിങ്ങൾ ആചരണ ആക്കിടേണ്ടിട്ട് ചില ആൾമാർ കേട്ട് പണ്ടാർ. അങ്ങനെ കൃത്യമായിട്ടൊരു ഡേറ്റ് അവിടെ ഇമ്പോർട്ടന്റ് അല്ല. അത് പന്നിണ്ടാവട്ട് അല്ലെങ്കിൽ പൂണേലാവട്ട് അല്ലെങ്കിൽ എട്ടാവട്ട് അവിടെ പ്രധാനമായിട്ടുള്ള വിഷയം എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ജന്മ നടന്നങ്ങനത്തെ സംഗതി ആ സംഭവത്തെ ഞങ്ങ നെനപ്പാക്കലാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് ഏത് ഡേറ്റിൽ നടന്നെങ്കിൽ ഏത് ടോട്ടൽ റബിയുൽ അവ്വൽ നടന്നതിട്ട് എല്ലാവർക്കും തുല്ലതല്ലേ. അപ്പൊ ആ റബിയുൽ അവ്വൽ നബി തങ്ങളെ പ്രത്യേകമായിട്ട് സ്മരണയാക്കലും നബി തങ്ങളെ മഹബത്തിൽ ഒന്ന് പുതുക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊല്ലലും ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഏത് ഡേറ്റിലായെങ്കിലും അതൊന്നും ഒരു പിന്നെ അതൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നകാരിയായിട്ടുള്ള അങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു വിഷയമല്ല. അപ്പൊ ആ ഒരു പാഠം മൂടി ഞങ്ങൾക്ക് കിട്ടും. അള്ളാഹു താല കൂടെ ചൊല്ലുന്നേ അങ്ങനെ കണക്ക് എത്രമേ ആവട്ടെ അങ്ങ് 7 ആവട്ടെ അല്ലെങ്കിൽ 4 ആവട്ടെ 5 ആവട്ടെ കണക്ക് എത്രയും കായങ്ങന്തേ അങ്ങ് എന്തികാണ് ജീവിച്ചിട്ട് ചൊല്ലതല്ലേ ഇവിടെ വിഷയം. അങ്ങനെ മെസ്സേജ് എന്തിനാ ആ സ്റ്റോറി മെസ്സേജ് എന്തിനാ ചൊല്ലതല്ലേ വിഷയം. അതുകൊണ്ട് അള്ളാഹു താല നബിത്തങ്ങളുടെ ചൊല്ല ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറാ. ഓ നബി അങ്ങനെ കാര്യത്തിൽ നിങ്ങ ചർച്ചക്ക് പോണ്ട ഇല്ല മിറാഅൻ ളാഹിറ പ്രത്യക്ഷമായിട്ടുള്ള അങ്ങനത്തെ ചർച്ചങ്ങല്ലാണ്ട് അങ്ങനെ കാര്യത്തിൽ വലിയ ചർച്ചങ്ങ നിങ്ങ ആക്കുക പോണ്ട. പ്രത്യക്ഷമായിട്ടുള്ള ചർച്ചങ്ങല്ലാണ്ട് അങ്ങനെ കാര്യത്തിൽ നിങ്ങ ഈ നസ്വാറ യഹൂദിങ്ങളുടെ ചർച്ചക്ക് പോകണ്ട. അതായത് അങ്ങനെ കണക്ക് ഇത്രമേ ആയിട്ട് ചൊല്ലേ അങ്ങ് ഏലേ ആയിട്ടിന്നാറിട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് സമർത്ഥനാക്കുക പോകണ്ട. അല്ലെ ഇങ്ങ ഇന്ന ജാഗത്തിലെ ഇന്നാറ് ഇതേ വർഷത്തിലാണ് അങ്ങനെ ഈ ഘട്ടന നടന്നതിനെ എന്ന രൂപത്തിലും അങ്ങനെ ചർച്ചക്ക് പോകണ്ട. അങ്ങനത്തെ ചർച്ചാക്കണെന്തര് മിറാ അൽ ലാഹിറ പ്രത്യക്ഷമായിട്ട് ഇതിൽ ഉല്ലങ്ങനത്തെ ഒരു കാര്യം ഉണ്ടല്ലോ എന്തിരെ ലാഹിറായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങ ആ കാലഘട്ടത്തിൽ ക്രൂരിയായ കാഫിറായിട്ടുള്ള അങ്ങനത്തെ കുഫറുടെ പ്രചോദനാക്കടങ്ങനത്തെ ഒരു രാജയുടെ എതിർത്തിട്ടാണ് അങ്ങ് ഗുഹയ്ക്ക് ഓടിപ്പോയിടെ. ഈമാൻ സംരക്ഷിക്കുകയായിട്ടാണ് അങ്ങ് ഗുഹയ്ക്ക് പോയിടെ. അങ്ങ് സുദീർഘമായ കാലം അങ്ങ് വറങ്ങിൽ പിന്നെ അള്ളാഹു താല രണ്ടാമത് അങ്ങനെ എണിപ്പാട്ടിയ ഇതെല്ലാം ലാഹിറായിട്ടുള്ള ഇതിലുള്ള വിഷയമാണ്. ഇതിൽ ആർക്കും തർക്കമില്ല. ഈ വിഷയത്തില് അല്ലാണ്ട് ഈ വിഷയത്തിൽ മാത്രം അങ്ങ് എതിർക്കിടാറുണ്ടായെങ്കിൽ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ യഹൂദിങ്ങൾ ഈ വിഷയത്തിൽ എതിർക്കിറാറുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചർച്ച ആക്കും. കാരണം അത്
അനിവാര്യമായിട്ടുള്ള വിഷയമാണ്. കാരണം അത് ഇവിടെ നമുക്ക് സമർത്ഥനാക്കുള്ള വിഷയമാണ്. അതല്ലാണ്ടെ അങ്ങ് ജണ്ടാൽമാരിന്നാറ മൂന്നാൽമാരിന്നാറ അതിരെ വിഷയത്തിലൊന്നും നബിയെ നിങ്ങൾ അങ്ങനത്തെ വെറുതെ ചർച്ചയാക്കാൻ പോകണ്ട. അത് പിന്നെ അത് നിങ്ങളെ യഥാർത്ഥ മെസ്സേജിൽ നിന്ന് നിങ്ങളെ തെറുത്തപ്പാട്ടങ്ങനത്തെ ഒരു ചർച്ച ഇട്ടിക്കരുത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പുതിയ കാലത്തിൽ ചെമ്മ കാര്യം അങ്ങനെയാണ്. ഞങ്ങൾ എത്രമാ അനാവശ്യമായിട്ടുള്ള പല ഉൽഗുൽഗത്തെ തർക്കത്തിൽ ഞങ്ങൾ പെട്ടുപോയത്. പ്രധാനപ്പെട്ട അതിന് മർമ്മപ്രധാനമായ വിഷയം നിര ചൊന്നിട്ടു ഞങ്ങൾ ചിലപ്പോ മറന്നിട്ടേ പോകേണ്ട രൂപത്തിൽ പല ചർച്ച കണ്ട് നടന്നിട്ടുണ്ട്. അല്ലെ, ഏതൊരു വിഷയം പറയുമ്പോ ഇപ്പൊ ഉദാഹരണക്ക് ഒരു മിഅ്റാജിരെ നാൾ രണ്ട് ഞങ്ങ നോമ്പ് പിടിക്കുമ്പോ, അല്ലെങ്കിൽ ഷാബാൻ പോണഞ്ച് രണ്ട് നോമ്പ് പിടിക്കുമ്പോ ആ നോമ്പ് ചൊല്ല പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന വിഷയമേ മറന്നിട്ട് പല ആൾമാര് അതൊക്കെ എന്തെങ്കിലും തെളിവുണ്ടാ, അങ്ങനെ ഉണ്ടാ, ഇങ്ങനെ ഉണ്ടായിട്ടല്ല കേട്ടിട്ട് പണ്ടേ പല ആൾമാർ. അതുപോലെ ഞങ്ങൾ ഇപ്പൊ ചെന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മീലാദിന്റെ ಬಗ್ಗೆ ചർച്ചയാക്കുമ്പോ അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ നബിത്തങ്ങളെ നിരപ്പാക്കൽ, നബിത്തങ്ങളെ മഹബത്ത് വെക്കൽ, ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ ചർച്ച നടക്കുന്നത്. അതെല്ലാം വിട്ടിട്ടു ആ നബിത്തങ്ങ ജനിച്ചത് ഈ നാളിനായിട്ട് നിങ്ങൾ എന്ത് ഉറപ്പുണ്ടു, എവിടെ ഉണ്ടു, അത് ഈ മാമു ಅದಕ್ಕೆ വിരുദ്ധമായിട്ട് അഭിപ്രായം ചെന്നിട്ടില്ല, ഈ ഡേറ്റിലുണ്ട് അഭിപ്രായം ഉണ്ടല്ലേ, അങ്ങനെ ഞങ്ങളെ തെരുത്തപ്പാട്ട രൂപത്തിൽ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ വിഷയത്തിൽ നിന്നിട്ട് തെരുത്തപ്പാട്ട രൂപത്തിൽ പല ചർച്ചങ്ങൾ എടുത്തു പോകൂ, ശത്രുങ്ങ പ്രയത്നാക്കിടാറ് ആ ടൈമില് നിങ്ങ ആ രൂപത്തിൽ നിങ്ങൾ ചർച്ച പോകുപിടുത്തിയത്. അതിൽ പ്രധാനപ്പെട്ട മെസ്സേജിൽ അങ്ങു തർക്കം ഉണ്ടാ, അങ്ങു ഭിന്നാഭിപ്രായം ഉണ്ടാണ്ട് നോക്കണം. അപ്പൊ അതാണ് അള്ളാഹു താല നബി തങ്ങളുടെ കൂടെ ചൊല്ലി ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറൻ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദാ. അങ്ങനെ കാര്യത്തിൽ നബി അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേണായതല്ല നിങ്ങളുടെ ചുന്തന്നറ. അതുകൊണ്ടിട്ടു ഇനി ഈ യഹൂദി നസ്രാനികളുടെ നിങ്ങ ഇതിന്റെ ಬಗ್ಗೆ ഒന്നും കേൾക്കുക പോണ്ട. ഈ സ്റ്റോറിയുടെ ಬಗ್ಗೆ നിങ്ങൾ അങ്ങോട്ട് കേൾക്കണ അകത്തില്ല. ഇതിരെ വ്യക്തമായ രൂപത്തിലുള്ള വിശദീകരണം ഞങ്ങൾ നിങ്ങൾക്ക് തന്നറ. നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ സ്റ്റോറി അള്ളാഹു താല ഈ ഉമ്മത്ത് മുഹമ്മദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകായിട്ട് അള്ളാഹു താല ആക്കിയങ്ങനത്തെ ഒരു സ്റ്റോറി പോലെയാണ് കാണുന്നത്. കാരണം അള്ളാഹു താല ഇറക്കിയങ്ങനത്തെ ഒരേ ഒരു കിതാബിലാണ് ഈ സ്റ്റോറി വന്നത്. അതായത് ഖുർആനിൽ മാത്രമായിട്ട് ഈ സ്റ്റോറി വന്നത്. കാരണം ഈസാ നബി അലൈഹിസ്സലാമുടെ അലൈഹിസ്സലാം ദീൻ പ്രചാരാക്കിയിട്ട് പിന്നെ ഒരു 100 വർഷമല്ല, ഈസാ നബി അലൈഹി സ്വലാം വഫാത്തായാൽ പിന്നെയാണ് ഇതെല്ലാം സംഗതി നടക്കണേ. അപ്പൊ ഇഞ്ചീലിലോ തൗറാത്തിലോ സബൂറിലോ ഇതൊന്നും പറയും ചാൻസ് ഇല്ല, അത് പിന്നല്ലേ നടക്കണേ. അപ്പൊ അള്ളാഹു താല ഖുർആനിൽ മാത്രം ചൊന്നങ്ങനത്തെ ഒരു സ്റ്റോറി ഇട്ടിക്കരുത്. അതുകൊണ്ടിട്ടു അള്ളാഹുഗെ ഇതിൽ വ്യക്തമായ രൂപത്തിൽ ഈ വിഷയിച്ചുള്ള അവിടെ ഇതിന് മുന്നിലുള്ള ആൾമാർക്കും ഇതിൽ വ്യക്തമായ രൂപത്തിലുള്ള എന്തില്ല ചൊല്ലും പോലത്തെ അധികാരം ഇല്ല. കാരണം ഏത് കിതാബിലും ഇത് വന്നിട്ടില്ല. അതുകൊണ്ടിട്ട് അള്ളാഹു താല ചൊല്ലേ ഇനി അങ്ങൾട്ട നിങ്ങൾ കേൾക്കുക പോണ അകത്തില്ല. ഇതിന്റെ ಬಗ್ಗೆ നിങ്ങളെ എന്തെങ്കിലും നോളജ് ഉണ്ടുണ്ടാ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്റെ ಬಗ್ಗೆ അറിവുണ്ടാണ്ട് അങ്ങൾട്ട് കേൾക്കണ അകത്തില്ല നബിയെ, ഇനി അങ്ങൾട്ട് ചൊന്നു കൊടുക്കണായ വിഷയാണുല്ലേ എന്ന് അള്ളാഹു താല ചൊന്നിട്ടില്ല. ഈ ഒരു സ്റ്റോറി ഇത്രയും അള്ളാഹു താല സുദീർഘമായിട്ട് ചർച്ചയാക്കിയത് ഇത് വെറുതെന്തും അല്ലാണ്ട് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ടായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. ഇത്രയെല്ലാം ഈ രൂപത്തിലെല്ലാം അള്ളാഹു താല പിന്നെയും പിന്നെ ഇതിനിങ്ങനെല്ലാം ചൊന്നിട്ടു അള്ളാഹു താല ചർച്ചയാക്കിട എന്തെങ്കിൽ വലിയ മെസ്സേജാണ് ഇതിൽ തന്റെ അള്ളാഹു താല പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നബിയു ആഖിരി സമാനാണ്, അവസാന കാലഘട്ടത്തെ നബിയേറ്റിക്ക്. അതായത് ഈ ലോക അവസാനിക്കയുടെ കാലത്തിൽ വന്ന നബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവസാന കാലഘട്ടത്തുണ്ടാവുടങ്ങനത്തെ പല നമുത്തുള്ള ഫിത്തിനങ്ങ, ഫസാദുങ്ങ, ഷർറുങ്ങ ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയായിട്ടുള്ള അങ്ങനത്തെ വലിയ ഒരു മാതൃകയായിട്ടുള്ള അങ്ങനത്തെ കാര്യമായത് കൊണ്ടിട്ടാണ് അള്ളാഹു താല ഈ സ്റ്റോറിയുടെ അള്ളാഹു താല നമുക്ക് ഈ ഇത്രയും വിശദീകരണ രൂപത്തിൽ അള്ളാഹു താല ചൊന്നത്. ആഖിറു സമാനിൽ ഉണ്ടാവുടങ്ങനത്തെ പല നമുത്തുള്ള ഫിത്തിനങ്ങളിൽ നിന്ന് ഒരു ഫിത്തിനയാണ് ഞങ്ങളെ ഈമാൻ തെരുത്തപ്പാട്ട രൂപത്തിലുള്ള ഫിത്തിന, ഞങ്ങൾക്ക് കുഫുർ പ്രചോദനാക്കുന്ന രൂപത്തിലുള്ള ഫിത്തിന. പ്രത്യേകമായിട്ട് നോക്കൂ, ഈ സ്റ്റോറിയിലുള്ള ആൾമാര് പിന്നെ കാഫിറായ ആ രാജയിൽ നിന്നിട്ട് ഓടിപ്പോയത് വയസ്സായ ആൾമാരൊന്നും അല്ല, നല്ല ചുരുക്കുള്ള ബാലക്കന്മാരാണ്. ബാലക്കന്മാർ ചൊന്നെങ്കിൽ അങ്ങു പിന്നെ ദുനിയാവുടെ ഷഹവാത്തുങ്ങ, ദുനിയാവുടെ സുഖ സൗകര്യങ്ങ, ദുനിയാവുടെ എൻജോയ്മെന്റ് എന്റർടൈൻമെന്റ് ഇതെല്ലാം വേഗ അട്രാക്ഷൻ ആവുടങ്ങനത്തെ ആൾമാരായിട്ട് കിടാറ് ബാലക്കന്മാർ. അങ്ങ് ഇനിയും വിശാലമായിട്ട് ജീവിക്കുള്ളങ്ങനത്തെ നല്ല ച്വാര തിളക്കിടങ്ങനത്തെ ആൾമാരായിട്ട് കിടാറ് അല്ലെ. ഒരു ബയസന്മാരുണ്ടായെങ്കിൽ അങ്ങ് ഏതായാലും അങ്ങ് ദുനിയാവല്ല വെടിഞ്ഞിട്ടിക്കിട് അങ്ങക്ക് ഈ രൂപത്തില്
ഏതെങ്കിലും ദൂര കാടിൽ പോയി ജീവിക്കണേ അല്ലെങ്കിൽ ഒരു ഗുഡിൽ പോയി ജീവിക്കണേ ചൊല്ലത് അങ്ങ് പിന്നെ ഒരു അത്ഭുതമായിട്ട് അതൊരു വലിയ വിഷയമായിട്ട് കാണില്ലേ. ബാലക്കന്മാരങ്ങ ദുനിയാവുടെ സുഖ സൗകര്യമെല്ലാം ಬಿಟ್ಟಿಟ್ಟು ഈ കാഫിരിങ് ആൽമാർഗിന്നങ്ങനത്തെ ആ സൗകര്യങ്ങ ആ രാജ കൊടുത്തോണ്ടിന്നങ്ങനത്തെ ദുനിയാവെಲ್ಲ ಬಿಟ್ಟಿಟ್ಟಂಗ പോണുണ്ടായെങ്കിൽ ഈമാനിക്ക് ബേനായിട്ടങ്ങ ദൂരത്തെ ഒരു ഗുഹക്ക് പോയിട്ട് താമസിക്കാനുണ്ടായെങ്കിൽ വലിയ ഹിമ്മത്തായിട്ടിക്കറങ്ങ കാട്ടി ഈമാനിക്ക് ബേനായിട്ട്. ആ ഹിമ്മത്ത് ഈ ആഹുറുസമാനിലുള്ളങ്ങനത്തെ ഞങ്ങളെ പോലത്തെ ആൽമാർക്ക് വേണു, ഞങ്ങളെ പോലത്തെ ആൽമാർ അങ്ങനെ കണ്ട് പഠിക്കണു എന്ന നിലക്കാണ് അള്ളാഹു താല ഈ സ്റ്റോറി നമുക്ക് ഇത്രയും വിശദമായ രൂപത്തില് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രൂപത്തിൽ അള്ളാഹു താല ചൊന്തന്നരെ. ഇണ്ട് നോക്കൊരു കുഫ്റു പ്രചോദനാക്കടെ കാലഘട്ടമാണ്. പല നിലക്കും കുഫ്റു പ്രചോദനാക്കടെ ദജ്ജാളുടെ ഫിത്തിന, ദജ്ജാൽ പ്രത്യക്ഷമായിട്ട് കൂടെ വന്നിട്ടില്ലെങ്കിലും അവന്റെ ഫിത്തിനങ്ങ തുടങ്ങിയിട്ട് ചൊല്ലതിൽ സംശയമില്ല. പല ഇനമത്തിലുള്ള ഫിത്തിനങ്ങ, അത് ആൺ പെണ്ണ് എല്ലാ വർഗത്തുക്കും പല രൂപത്തിലുള്ള ഫിത്തിനങ്ങ ദുനിയാവിങ്ങനെ തുറന്നിരുന്നമോ. കുഫുരുടെ പഠിപ്പാട്ടങ്ങനത്തെ രൂപത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഞങ്ങളുടെ രാജ്യത്തിലുണ്ട്. മെയിൻ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ശിക്ഷണ ചൊന്നിട്ട് ഞങ്ങൾ പിന്നെ വലിയ പ്രോത്സാഹക്കടെ ഞങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹക്കടെ സംഗതി ഇണ്ട് കുഫുറുക്ക് കാരണമായിട്ടുണ്ട്. മക്ക പോയിട്ട് സ്കൂളും കോളേജുകളെ പോയിട്ട് വന്നാൽ പിന്നെ അങ്ങനെ മനസ്സ് തിരിഞ്ഞ മൈൻഡാണില്ലേ അങ്ങ്. പിന്നെ അങ്ങ് ദീന്റെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങു ബാപ്പുമ്മ ചൊല്ലുകു കേൾക്കുക അങ്ങ് മനസ്സില്ല. അങ്ങു പിന്നെ ഇസ്ലാം ചൊല്ലങ്ങനത്തെ കാര്യങ്ങൾ എന്തോ ഒരു നിസ്സാരമായിട്ട് ഒരു കലിതമാശയായിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്ക് കാണേണ്ടത്. ഈ സ്റ്റോറി പോലും ചൊല്ലുമ്പോ ഇത് വിശ്വസിക്കുക പോലും ആവില്ല ഇന്നത്തെ ജനറേഷനുക്ക്. അതുപോലെ പുതിയതായ ടെക്നോളജിക്കൽ ആയിട്ടുള്ള അങ്ങനത്തെ ടൂൾസുകളിൽ പ്രത്യേകിച്ച് മൊബൈലിന്റെ അഡിക്ഷനിലും മൊബൈലുള്ള അങ്ങനത്തെ പലനമുത്തിലുള്ള അങ്ങനത്തെ കാര്യങ്ങളിൽ പുതിയ കാലത്ത് ജനറേഷൻ ഈമാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഊരി പോണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എത്തിക്കൊണ്ടുള്ളത്. അപ്പൊ കുഫുറെ പല നിലക്കും പ്രചോദനാക്കടങ്ങനത്തെ കാലത്തില് അതിരെല്ലാം ദൂറാക്കിയിട്ട് ഈമാനുക്ക് മേനായിട്ട് ഞങ്ങ ഏതെങ്കിലും ഒരു കഹ്ഫുല് ഏതെങ്കിലും ഒരു ഗുഹല്, അത് ഞങ്ങ കാടിലുള്ള ഗുഹക്കെന്തുണ്ട് ഞങ്ങൾ പോകാവില്ല. ആത്മീയമായിട്ടുള്ള ഗുഹങ്ങളിൽ സേഫ് ആയിട്ടുള്ള സോണിലും, ഗുഹ കൊണ്ടുകൂടെ ഉദ്ദേശിക്കുന്ന സേഫ് ആയിട്ടുള്ള സോണാണ്, അത് സുരക്ഷിതമായിട്ടുള്ള താണത്തിൽ ഞങ്ങ രക്ഷണ തേടണു, ആശ്രയ തേടണു ചൊല്ലുന്ന മെസ്സേജാണ് അള്ളാഹു താല നമുക്ക് തന്നെ. ഞങ്ങ സേഫ് ആയിട്ടുള്ള സോണുകളോടെ അത് സ്വാലിഹ്യങ്ങളൊട്ടിಗೆ ഞങ്ങ സേറണു. ദീന്റെ കേന്ദ്രങ്ങളായിട്ടുള്ള ജാഗത്തിൽ ഞങ്ങളെ മക്കളെ കൊണ്ടുപോയിട്ട് ഇടണു. എവിടെവിടെ മക്കളെ ബുഡ്ര കാണാം പഠിക്കുകയായിട്ട് ഒട്രാസ് എവിടെയോടെ ബുഡ്രದ್ರ ബദലിക്ക് ദീന്റെ കേന്ദ്ര ഇൽമുടെ കേന്ദ്ര ആയിട്ടുള്ള അങ്ങനത്തെ സ്വലാഹയുടെ നന്മയുടെ കേന്ദ്ര ആയിട്ടുള്ള അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ദർശങ്ങളിൽ പോയിട്ട് ഞങ്ങളെ മക്കളെ കൊണ്ടുപോയിട്ട് ആക്കണം. അത് കഹ്ഫാണ് ഇന്നത്തെ കാലത്തെ ഒരു സേഫ് സോൺ അല്ലെങ്കിൽ ഗുഹങ്ങായിട്ടിക്കര്. ആ ഗുഹങ്ങൾക്ക് പോയെങ്കിൽ മാത്രമേ ഞങ്ങളെ മക്കവും ഞങ്ങവും നല്ല ആവുക ചാൻസ് ഇല്ലേ. പള്ളികളാണ് ഞങ്ങളെ പള്ളികൾ ഗുഹകളായിട്ടിക്കര്, ഈ കഹ്ഫുകളായിട്ടിക്കര്. അപ്പൊ പള്ളിയുമായിട്ട് യാറെ ബന്ധങ്ങൾ വേണം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഔത്ര ഉൽഗമയാണ് അങ്ങനെ കഹ്ഫ്. ആ കഹ്ഫുടെ ഉൽഗമ ആയത്ര വെച്ചിട്ട് ആയത്ര അള്ളാഹു താലയുടെ നെനപ്പാക്കും. ഈ ഗുഹയുടെ ആൽമാർ നെനപ്പാക്കിയതുപോലെ അല്ലെ, ഗുഹയുടെ ആൽമാർ പോയിട്ട് അങ്ങ് റബ്ബന ആത്തിന മില്ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ, റബ്ബേ നിന്റെ റഹ്മത്ര നമുക്ക് ധാരാളാക്കിത്ത, നിന്റെ ഹിദായത്ത് നമുക്ക് ധാരാളമായിട്ട് താ എന്ന നിലക്കുള്ള ദുആ ആണ് ആ ഗുഹയുടെ ആൽമാറാക്കിയത്. അതേ രൂപത്തിലുള്ള ദുആവും പിന്നെ കാര്യങ്ങളുമായിട്ട് ഈ കഹ്ഫുഡ് ഞങ്ങളതായ ഊട്ടർ കഹ്ഫുഡ് ഉൽഗ ഞങ്ങൾ ദയിക്കുക ഞങ്ങൾ പ്രയത്നാക്കുന്നു. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അകാണ് ഇണ്ടത്തെ സേഫ് സോൺ. ആ ഔത്രുൽഗമ ആയത്തിനെ വെച്ചിട്ട് അള്ളാഹുടെ ദിക്റാക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെനപ്പാക്കണം. ഈ രൂപത്തിലുള്ള ദീനിയായ കാര്യങ്ങളിൽ ഇങ്ങനെ ഷുഗുലാവിടെ എൻഗേജ് ആവിടെ അങ്ങനത്തെ ഒരു സ്വഭാവം കാട്ടണം. എന്നാലേ ഇണ്ടത്തെ കാലത്തിൽ ഈമാന് രക്ഷപ്പെട്ടിട്ട് ഞങ്ങൾ ഈമാനും ഇസ്ലാമും രക്ഷപ്പെട്ട് നമുക്ക് ജീവിക്കുക അവിടെ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.